ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന വളരെ കൂടുതലായിട്ട് ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് തന്നെ മനുവിന് നല്ല സംശയം തോന്നുന്നുണ്ട്. ഇങ്ങനെ സ്വന്തമായിട്ട് അല്ലെങ്കിൽ സ്വയം എങ്ങനെയാണ് ഒരു കത്രിക വയറ്റിലേക്ക്, അതും 10 സെൻറ്റിമീറ്റർ ആഴത്തിലേക്ക് കുത്തി ഇറങ്ങുന്നത് എന്നൊരു സംശയം ഉണ്ടാവുക കേട്ടോ. അങ്ങനെ ബാലചന്ദ്രനോട് ആ സംശയത്തെക്കുറിച്ച് മനു പറയാണ്. എങ്ങനെയാണെങ്കിലേ അത് സംഭവിക്കുക, ആരെങ്കിലും കുത്തിയതല്ലാതെ സ്വയം അറിയാണ്ട് മേളിൽ നിന്ന് താഴെ വീണാലും എന്തെങ്കിലും ഒരു പരിക്കെങ്കിലും പറ്റത്തില്ലേ? ഇതിപ്പോൾ അലീനയുടെ ശരീരത്തിൽ വേറൊരു പരിക്കോ ചതവോ ഒന്നുമില്ല, വെറുതെ ഒരു കത്രിക കുത്ത് മാത്രം. എങ്ങനെ സംഭവിക്കും? എന്തോ ഒരു ദുരൂഹത തോന്നുന്നില്ലേ? ആ, അതിപ്പോൾ എന്ത് ചെയ്യാനടാ? പോലീസിനോട് അലീന ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അലീന അങ്ങനെ കള്ളം പറയുന്നൊരു കുട്ടിയാണോ? അല്ല, എന്നാലും എന്തോ ഒരു ലോജിക്ക് ഇത് അത്രയ്ക്ക് ചേരുന്നില്ല, എനിക്കത് തോന്നുന്നു എന്നിങ്ങനെ മനു വീണ്ടും പറയാം. ആ, എന്തായാലും അലീനയ്ക്ക് ബോധം തെളിയട്ടെ. ക്രിട്ടിക്കൽ സ്റ്റേജെല്ലാം കഴിഞ്ഞു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നാൽ പിന്നെ അങ്കിളൊരു കാര്യം ചെയ്യ്, വീട്ടിലേക്ക് പൊക്കോ. അല്ലടാ, ആശുപത്രിയിൽ ആരാ ഉള്ളത്? ആര്? അലീനയ്ക്ക് ആരാ അങ്കിളെ ഉള്ളത്? വേറെ ആരുമില്ലല്ലോ. ഞാനുണ്ട് അവൾക്ക്, ഞാനിരുന്നോളാം. അങ്കിള് ചെല്ല്, വീട്ടിൽ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടാവും. കാര്യങ്ങൾ അന്വേഷിക്കണമല്ലോ, അവിടെ എന്താ നടന്നതെന്നും അവിടെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ തെളിവുകളോ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്കിളിനെ അത് കണ്ടുപിടിക്കാൻ പറ്റും. അങ്കിൾ ചെല്ല്, ഞാനിവിടെ ഇരുന്നോളാം. ശരി, എന്നാൽ പിന്നെ ഞാൻ പോവാടാ, ഞാൻ നാളെ രാവിലെ വന്നോളാം എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ പോവാണ്. അപ്പോൾ ഡോക്ടർ തിരിച്ചിറങ്ങുന്നത് വരെ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ മനു. അന്ന് രാത്രി ഡോക്ടർ പോകാനായിട്ട് തൻ്റെ റൂമെല്ലാം പൂട്ടി വെളിയിൽ ഇറങ്ങുമ്പോൾ മനു പോയി ചോദിക്കുകയാണ്, ഡോക്ടർ എനിക്കൊരു സംശയമുണ്ട്. എന്താ, പറഞ്ഞോളൂ. നിങ്ങൾ അവിടെ കടപ്പാട്ടേക്ക് വരുന്ന ആ ഒരു ആളല്ലേ, അവിടെ ബന്ധുവല്ലേ? ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവിടെ വരുന്നത്. അതെ ഡോക്ടറെ, ഞാൻ അവിടെ കസിന. ആ, ഓ അത് ശരി. ആ, എന്താ ഇപ്പോൾ അറിയേണ്ടത്? അതല്ല, അലീനയ്ക്ക് ഇപ്പോൾ ഇത്രയും സീരിയസ് ആണല്ലോ, അലീനയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ബോധം അറിഞ്ഞല്ലോ ബോധം വന്നു എന്നുള്ള കാര്യം. പക്ഷേ പുള്ളിക്കാരി നല്ലൊരു ആക്റ്റീവ് ആവുന്നില്ല. വീണ്ടും വീണ്ടും ബോധം പൊക്കോണ്ടിരിക്കുകയാണ്, സ്റ്റേണായിട്ടിരിക്കുന്നില്ല, അതാ ഒരു കുഴപ്പം. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ അതെന്താ കാര്യം? എനിക്ക് സംശയം വേറൊന്നുമല്ല. ആ കുട്ടിയുടെ ദേഹത്ത് ചതവോ ഒടിവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുറിവോ ഉണ്ടോ? എന്തായാലും കസേരയിൽ നിന്ന് മറിഞ്ഞ് വീണിട്ടാണല്ലോ ഈ കത്രിക ദേഹത്ത് കൊള്ളുന്നത്. മറിഞ്ഞ് വീഴുമ്പോൾ എന്തെങ്കിലും ഒരു ചതവുണ്ടാവണ്ടേ? അത് ശരിയാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്കതൊന്നും നോക്കാൻ പറ്റിയിട്ടില്ല, കാരണം അബോധാവസ്ഥയിലാണേ. ഇഷ്ടംപോലെ രക്തവും പോയിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം ആശുപത്രിയിൽ വന്നാൽ കഴിഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുക എന്നുള്ളതായിരുന്നു അന്നത്തെ ആ സമയത്തുള്ള ലക്ഷ്യം. ഇപ്പോൾ ബോധവും തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞെങ്കിലും നമുക്കൊന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചാൽ ബോധം വരുന്നു പോകുന്നു, വീണ്ടും വരും പോവും, അത് അത്രയ്ക്ക് അങ്ങനെയാണ് നിൽക്കുന്നത്. അതെന്താ ഡോക്ടർ അങ്ങനെ? നമ്മൾ സെഡേഷൻ കൊടുത്തിരുന്നു ഓപ്പറേഷൻ സമയത്ത്, പക്ഷേ അതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞു. എന്നാലും ഇങ്ങനെ വീണ്ടും വീണ്ടും വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തോ മയക്കുമരുന്നോ അല്ലെങ്കിൽ ഉറക്ക ഗുളിയോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവണം നേരത്തെ, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് പറയാം. അപ്പം മനു ഒന്ന് ഞെട്ടിത്തരിക്കുക കേട്ടോ. മയക്കുമരുന്നോ? അലീനയ്ക്കോ? ഒരിക്കലും ഇല്ല ഡോക്ടർ. അലീന അങ്ങനൊരു പേര് തന്നെ കേട്ടിട്ടുണ്ടാവുമോ എന്തോ, എനിക്കറിയില്ല. അതെന്തോ, എനിക്കും അതിനെക്കുറിച്ച് അറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉള്ളിൽ പോയാൽ മാത്രമേ ഇതുപോലെ സെഡേഷൻ വന്നും പോയി നിൽക്കത്തുള്ളൂ. ഓ, അത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ശരി, എന്തായാലും പുള്ളിക്കാരി കുറച്ചുകൂടി ആക്റ്റീവ് ആവട്ടെ, നമുക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയാമെന്ന് പറഞ്ഞ് അവർ പോവാം. ഈ സമയത്ത് പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേന് അലീനയ്ക്ക് ബോധം വരുന്നുണ്ട്. ബോധം വരുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ മനുവാണ് കാണുന്നത്. മനുവിനെ കണ്ട പാടെ അലീനയ്ക്ക് സങ്കടമാവണുണ്ടോ, കണ്ണൊക്കെ നിറഞ്ഞ് അങ്ങ് കരയാണ്. മനു ചോദിക്കുകയാണ്, എന്തിനാ അലീന നീ ഇങ്ങനെ ചെയ്തത്? വീട്ടിലാരുമില്ലാത്ത സമയത്ത് മുത്തശ്ശി മാത്രം നോക്കി അവിടെ ഇരുന്നാൽ പോരെ? ഈ കസേരയിലൊക്കെ വലിഞ്ഞു കയറി ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? നിനക്ക് മര്യാദയ്ക്ക് ഇരുന്നുകൂടെ? എന്തുമാത്രം രക്തം പോയി എന്നറിയോ? പിന്നെ ഇതൊക്കെ എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്. നീ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എത്തിച്ചാടിയേക്കരുത്. ഇപ്പം നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ സമാധാനം പറയണ്ടേ എന്നൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ മനു അലീനയോട് പറയാട്ടോ. അങ്ങനെ അലീന അത് കേട്ടങ്ങ് പൊട്ടിക്കരയുന്നുണ്ട്. എന്നിട്ടും അല്ലെങ്കിൽ പറയാം, ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? നീ പോലീസിനോട് പറഞ്ഞതിൽ സത്യമായിട്ടും നിൻ്റെ കയ്യബദ്ധം കൊണ്ടാണോ നിനക്കിത് സംഭവിച്ചത്, അതോ വേറെ എന്തെങ്കിലും ആണോ? ആദ്യം പറയുന്നില്ല, എൻ്റെ കയ്യബദ്ധം കൊണ്ട് തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ മനു പറയുന്നത്, കള്ളം പറയണ്ട, എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞിരിക്കണമെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. പിന്നീട് വേറൊരു വിഷയത്തിലേക്ക് മാറും, അതുകൊണ്ടാണ് പറഞ്ഞത്. സത്യം എന്നോട് മാത്രം പറ, ഞാൻ ആരോടും പറയില്ല എന്ന് പറയാം. അങ്ങനെ അലീന മനുവിൻ്റെ മുമ്പിൽ മനസ്സ് തുറക്കാട്ടോ. സംഭവിച്ചത് എന്താണെന്ന് തുടക്കം മുതൽ അവസാനം വരെയും ശരിക്കും മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞതുപോലെ ഉള്ളിൽ മയക്കുമരുന്ന് ചെന്നിട്ടുള്ള കാര്യങ്ങൾ മുതലുള്ളത് എല്ലാ കഥയും കേട്ട് കഴിയുമ്പോഴത്തേനും മനു ആകെ അന്തം വിട്ട് തരിച്ചിരുന്നു പോകട്ടോ. സ്വന്തം വീട്ടിനകത്ത് പോലും സുരക്ഷിതമായിട്ട് ആ കുട്ടിക്ക് നിർത്താൻ പറ്റാത്തൊരവസ്ഥയിൽ രണ്ട് സഹോദരങ്ങൾ ആ പെങ്കൊച്ചിനെ പിച്ച് ചീന്തായിരുന്നെന്ന് അറിഞ്ഞ സമയത്ത് മനു അങ്ങ് തകർന്നു പോയി. അങ്ങനെ പൊട്ടിക്കരഞ്ഞു പോകട്ടോ മനു അലീനയുടെ മുന്നിൽ. എന്നിട്ട് പറയാം, അലീനെ നീ എന്നോട് ക്ഷമിക്ക്, ഇവന്മാർ ചെയ്ത ഈ എന്നോട് നീ ക്ഷമിക്ക്, ഞാൻ ക്ഷമ ചോദിക്കാം. ഇത്രയും വലിയൊരു ദ്രോഹം നിന്നോട് അവർ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ്
പറഞ്ഞങ്ങ് സങ്കടപ്പെടുക. അപ്പോൾ അലീന പറയാം, വേണ്ട മനുവേട്ടൻ എന്നോട് ഒന്നും ചോദിക്കണ്ട, അവരോട് ഒന്നും ചോദിക്കാൻ പോകരുതെന്ന് പറയുന്നുണ്ടെങ്കിലും മനുവിൻ്റെ മനസ്സിലത് ഇരിക്കുന്നില്ല. മനു അത് നേരെ ബാലചന്ദ്രനെ അറിയിക്കാൻ കേട്ടോ. അപ്പോൾ എന്തായാലും ഹരിക്കും രോഹിത്തിനും തക്ക ശിക്ഷ പോലീസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ അവർക്ക് കൊടുക്കണം. ഇനി ഇവൾ അലീനയോടെന്നല്ല ഒരു പെണ്ണിനോടും അവനത് ചെയ്യരുത് എന്ന് അവർ താക്കീത് കൊടുക്കാട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ രോഹിത്തിനോടും അതുപോലെ ഹരിയോട് മനുവും ശരിക്കും ഇതിനൊരു പകരം വീട്ടുക തന്നെ ചെയ്യാട്ടോ. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്